നേതാക്കന്മാർക്ക് എന്താണ് നെഹ്റുവിയൻ ദർശനമെന്നറിയാമെങ്കിൽ ഈ കനകോലുവിൻ്റെ വാഗണിൽ കയറി ഇത്തരം കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും പറയാൻ തോന്നുമായിരുന്നില്ല. പക്ഷെ അവർ പറയുന്നു. എന്തായാലും നെഹ്റുവിയൻ ലെഫ്റ്റിൻ്റെ മുഖച്ഛായ കനകോലുവിൻ്റേതല്ല. ആ മുഖച്ഛായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ ആ ബുദ്ധിയുടേതാണ്. അതറിയില്ല കോൺഗ്രസിന്. അതേ പറയാനുള്ളൂ. ഈ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണോ? നേരത്തെയൊക്കെ വലിയ രീതിയിലായിരുന്നു UDF പറഞ്ഞിരുന്നത്. ഈ ശബരിമല വിഷയമായിരുന്നു എല്ലായിടത്തെയും പ്രധാന വിഷയം. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്രയിൽ സതീശൻ പോലും പലയിടവും ഇത് പരാമർശിക്കുന്നേ ഇല്ല. ഈ ഒരു ശബരിമല വിഷയം, സ്വർണ്ണക്കുള്ള വിഷയം അതിന് കാണുകയല്ലേ, പത്രം വായിക്കുകയല്ലേ. മിണ്ടിപ്പോയാൽ ഓരോന്ന് പുറത്തു വരും, ഇനിയും പുറത്തു വരും. ഇപ്പോൾ UDF കൺവീനർ, ഒരു MP, പിന്നെ ആദ്യമായിട്ട് പോറ്റി വരുന്നത് ഈ പറയുന്ന വലിയ നേതാവ്, AICC ജനറൽ സെക്രട്ടറി, ദേവസ്വം മന്ത്രിയായിരിക്കെയാണ് ഈ പോറ്റി ആദ്യമായിട്ട് അകത്ത് കയറിയത്. നാക്ക് നിറഞ്ഞിരുന്നോറും UDFൻ്റെ കോൺഗ്രസിൻ്റെ പോറ്റി ബന്ധം പുറത്താകുമ്പോഴത്തേക്കും മൗനം വിദ്വാന് മാത്രമല്ല, അത് കോൺഗ്രസിനും പുഷണമാവുകയാണ്. ആരോപണങ്ങളൊക്കെ വരുമ്പോഴേ പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജയിലാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കോടതിയിൽ പോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതെന്നാണ് അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഇടതുതായിട്ട് സഹകരിച്ച് നിന്നാൽ പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് മാതൃകാപരമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരാൾ ഈ സ്വർണ്ണക്കൊല പോലൊരു കേസിൽ കഴിഞ്ഞ 19 ദിവസമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാളിപ്പോഴും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതിലൊരു നടപടിയും കൂടി വേണ്ടേ? LDF എന്താ പറയുക, കുറ്റക്കാരാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റക്കാരെ LDF വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടില്ല. സംശയം വേണ്ട. പക്ഷെ കുറ്റപത്രം ഇതുവരെ നൽകിയിട്ടില്ല. സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരിയും ഒക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. അതേപ്പറ്റി ഹൈക്കോടതി കൃത്യമായി പറഞ്ഞല്ലോ. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ പോകുന്ന SIT അന്വേഷണം പോകുന്നത് നേരായ വഴിക്കാണ്. ആ വഴിക്ക് പോകുമെന്ന് കോടതിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിനെ LDF മാനിക്കുന്നു. LDF-ന് ഒന്നും മറച്ചു വെക്കാനില്ല, ആരെയും രക്ഷിക്കാൻ താല്പര്യമില്ല. പറഞ്ഞു കഴിഞ്ഞില്ല. ശങ്കർദാസിൻ്റെ കാര്യത്തിൽ ഇത് ബാധകമാണ്. കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും എന്ന് പറഞ്ഞാൽ ആരായാലും തന്നെയാണ്. ഇതാണ് CPI സ്റ്റാൻഡ്. ഇതല്ല ധാർമ്മികത. കുറ്റക്കാരെ രക്ഷിക്കില്ല എന്ന് അതാണ് ധാർമ്മികത. അങ്ങനെ കുറ്റം ഇപ്പോൾ SIT എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ തന്നെ ഏജൻസിയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. ആ ഏജൻസി ഒരാളെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് കുറേ ദിവസമായി ഇതൊരു ജാമ്യം അപേക്ഷിച്ച് ശ്രമിക്കുന്ന കോടതി തള്ളുന്നു. അങ്ങനെ ഒരു സാഹചര്യമുള്ള ആൾ ഒരു പാർട്ടിയുടെ, നിങ്ങളുടെ മുന്നണിയിൽ തന്നെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം നിൽക്കുന്നു. അത് ഏറ്റവും മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇതൊരു നടപടി ഉണ്ടാകും. അപ്പോൾ ധാർമ്മിക വിരുദ്ധമല്ലേ? ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട് നിൽക്കുന്ന ശബരിമല പോലെ നിരവധി വിശ്വാസികൾ ഉണ്ടാവുന്ന ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇതിൽ നിൽക്കുമ്പോൾ ഒരു നടപടി ആവശ്യമല്ലേ? ധാർമ്മികത പുറത്തേക്ക് എത്രയോ പ്രാവശ്യം LDF വ്യക്തമാക്കി കഴിഞ്ഞു. കുറ്റം ചെയ്ത ആരായാലും ശരി ശിക്ഷിക്കുമെന്ന് എന്നും ഞങ്ങൾ ഇത് പറയുന്നു. നിങ്ങളൊന്നും ആവർത്തിക്കുന്നു. ഞങ്ങൾക്കിതേ പറയാനുള്ളൂ. കുറ്റക്കാർ ആരായാലും, ഏത് പാർട്ടി ആയാലും, ഏത് ഘടകമായാലും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് ഏറ്റവും പ്രസക്തമാവുന്നത് ഇതിൽ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി അന്ന് വളരെ രൂക്ഷമായ പരാമർശം നടത്തിയാണ് അവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. മാത്രമല്ല അത് വിചാരണ കോടതിയെ സമീപിക്കാനും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സ്വാഭാവിക ജാമ്യം ഈ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണം ഇവർക്ക് ജാമ്യം കിട്ടുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. രണ്ട് കാര്യമുണ്ട്. അന്വേഷണം പോകുന്നത് നേരായ വഴിക്കാണെന്ന് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദേവസ്വം ബെഞ്ച് ഡേ ടു ഡേ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നിയമപരമായ അറിവിനെപ്പറ്റി നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ആ ഹൈക്കോടതിയെ പറ്റിയോ ആ ബെഞ്ചിനെ പറ്റിയോ നാട്ടുകാർക്കാർക്കും സംശയം ഒന്നുമേ ഇല്ല. അങ്ങനെ ഒരു പറയുമ്പോഴേക്കും ഈ പറയുന്ന ഒരു ജാമ്യത്തിന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി പറയാൻ ആർക്കും കഴിയുകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. SIT പോകുന്നത് എല്ലാ പഴുതുമടച്ച ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ്. ആ സമയമായിരിക്കാം SIT എടുക്കുന്നത്, അറിയാൻ പാടില്ല. പക്ഷെ SITയുടെ അന്വേഷണത്തെപ്പറ്റി ഹൈക്കോടതിക്ക്
പൂർണ്ണമായ മതിപ്പുള്ള കാലം വരെയും ആ മതിപ്പിനെ, ആ വിശ്വാസത്തിനെ ജനങ്ങളും മാനിക്കും. അതിൽ പാളിച്ച വന്നാൽ അപ്പോൾ നോക്കാം നമുക്ക്. LDFന്റെ തെക്കൻ മേഖലാ ജാഥയിൽ CPI ബിനോയ് വിശ്വം സംസാരിക്കുകയായിരുന്നു. പാർട്ടി എന്തായാലും ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന തെക്കൻ മേഖലാ ജാഥയിലാണ് ബിനോയ് വിശ്വം ഇപ്പോൾ എല്ലാ ദേശങ്ങളിലും അല്ലെങ്കിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളെ കാണുന്നത്. അതിന്റെ വിഷയമായി സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കും.